തങ്കം 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 എന്താടാ രാവിലെ കിടന്ന് വിളിച്ച് കൂണത്? ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വിളിച്ച് കൂണത് കേട്ടോ. നീ എൻ്റെ അടുത്ത് കുതിര കയറാൻ വരരുതേ. കുതിര കയറാൻ പറഞ്ഞല്ലോ, അവളെ അകത്തോല്ലേ കാണും. ഇവിടെ കിടന്ന് വിളിച്ച് കൂണേന്ന് ചോദിച്ചത്. ഇടേ ഞാനിപ്പോൾ വിളിച്ച് കൂവുന്നത് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന്. ഞാൻ വിളിക്കുന്നത് എൻ്റെ ഭാര്യയെ. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ നാവുകൊണ്ട്. നിനക്ക് എന്താണ് അതിൽ ബുദ്ധിമുട്ട്? ആവശ്യമില്ലാതെ രാവിലെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് അമ്പിളിക്കുട്ടാ. എന്താ എൻ്റെ അമ്പിളിച്ചേട്ടാ, എന്താ രാവിലെ തന്നെ പ്രശ്നം? ഞാൻ അപ്പളേ പറഞ്ഞ ഇങ്ങോട്ട് മാറണ്ട. അത് ഒന്നുമില്ല രാവിലെ. തങ്കോ തങ്കോ ഏത് നേരം ബഹളം. എന്താ? അതെ, കെട്ടിയാനെ വിളിച്ച് അകത്തുണ്ടോ? എന്തിനാണ് നേരം എടുത്ത് എണീറ്റും അടുത്തുള്ളവന്റെ വീട്ടിലെ കാര്യം അന്വേഷിക്കാൻ? ഇവിടെ ഇരിക്കുന്നത് എന്റെ വീട്ടിലല്ലേ? ആണല്ലോ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എന്റെ ഭാര്യ തങ്കത്തിൽ വിളിക്കണം. അവൻ എന്തിനാണ് അത് അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി വിളിച്ചിട്ടല്ലേ? ആഹാ, അയ്യോ, ഞാനൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ കണ്ണടച്ചിട്ട് തങ്കം തങ്കം ഇങ്ങനെ വിളിക്കാം. എടാ, നീ ഇവിടെ കിടന്ന് വിളിച്ച് കൂണോണ്ട് പറഞ്ഞു. അവളെ അകത്തോലും കാണും. വല്ല ജോലിയും ചെയ്തോണ്ട് ഇപ്പൊ അകത്ത് പോയി നോക്ക് പോ. എന്റെ അളിയാ, നീ വല്ലാത്ത ചതിയാണ് എന്നോട് ചെയ്തത്. കുറെ ജന്തുക്കളെ കൊണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും വയ്യ, തിരിയാനും. തങ്കം, നീ അളിയാന്ന് വിളിച്ചാരെ? കനകനല്ലേ ഡേ? ജന്തുക്കളെന്ന് പറയുന്നത് നമ്മളെയാണോ? ആണല്ലോ. എടാ, പിന്നെ നിന്നെയൊക്കെ ഇതിലും ഭേദം എങ്ങനെ ഞാൻ എന്ത് വാക്ക് പറഞ്ഞ് വിളിക്കും നിന്നെ? കഷ്ടം, ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല. തങ്കം, ഈ തങ്കം തങ്കം. ആ ഡേ, ദോ പറഞ്ഞു നിന്റെ കാണാ പോയ തങ്കം. ഓ നോക്ക്, ഇവിടെ കിടന്ന് വിളിച്ച് പോവാ. ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത്. അയ്യോ എൻ്റെ തങ്കം, നീ എവിടെ പോയിരുന്നത്? രാവിലെ മുതൽ കഴിച്ചപ്പോ എന്റെ മേലിൽ കുതിര കയറാൻ തുടങ്ങിയതാണ്. എന്റെ മേലെ കുതിരയല്ലടാ, നിന്റെ മേലെ JCB ടിപ്പറാ കാരണം. ഇങ്ങോട്ട് നോക്ക്. മയിലേടാ, നീ എവിടെയാണ് രാവിലെ ഈ വാതിലും തുറന്നിട്ട് പോണേ? തങ്കം, എന്താ പ്രശ്നം? ഉണ്ടോ? അതിൽ അവനടുത്ത് പറഞ്ഞതാണ് വീട്ടിലിരുന്ന് ജോലി എന്തെങ്കിലും അവിടെ നോക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന് കിടന്ന് തങ്കവും 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 എന്ന് വിളിച്ച് ബാക്കിയുള്ളവർ കുടുംബ സ്വകാര്യതകളിലേക്ക് നീ കയറി ഇടപെടണ്ട കേട്ടാ. നിന്റെ കുടുംബ സ്വകാര്യ ഞങ്ങളെ ഭാര്യ ഭർത്താവ് പലതും പറയൂടാ. വിളിക്ക്, നീ നിന്റെ ഭാര്യ വിളിച്ചത് പോടാ. നീ എന്ത് വേണോ വിളി, അകത്തോണ്ട് പറ പോടാ. പാടായിട്ടുണ്ടല്ലോ എനിക്ക്. വേറെ ഒരു പണിയില്ല, രാവിലെ എങ്ങ് ഇറങ്ങുക വേണം. അടുത്ത വീട്ടിലുണ്ടോ? വീട്ടിലുള്ള ഞാൻ ചോദിച്ചോട്ടെ, നീ ഇതോടെ പോയതാ? ഞാൻ ഈ മുരിങ്ങല പഠിക്കാൻ പോയത്. അതിന്റെ ഇടയ്ക്ക് അവിടെ പോയി ബഹളം ഉണ്ടാക്കിയത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് നിനക്ക് പോക്കൂടെ? ഈ പറമ്പിലോട്ട് പോണേന് ഞാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് ഏത് പറമ്പിലായാലും ഞാൻ നിന്നെ വിളി കേട്ടില്ലേ? പിന്നെ ഞാൻ എന്താ വിചാരിക്കണം? പിന്നെ ഇത് വലിയ പാടായിട്ട് അത് അന്വേഷിച്ചപ്പോ അവൻ രാവിലെ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ദിവസം ഇവരിവിടെ വാടകയ്ക്ക് വന്നിട്ട് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം തല്ലുപിടിക്കാത്തതുണ്ടോ അവരുമായിട്ട്? അതിന്റെ കാരണക്കാരാടി? ആരാടി? നിന്റെ ആങ്ങളാ കനകൻ. ഇനി അതിനും അവന് പറഞ്ഞോ? അവൻ തന്നെ. ഞാൻ എത്രയോ നല്ല ആൾക്കാരോടെ കൊണ്ടുവന്നാണ് വാടകയ്ക്ക്. നല്ല വാടകയും കിട്ടിയേനെ. അപ്പൊ അത് സമ്മതിക്കാതെ എന്തിനാണ് ഇവന് കൊടുത്തത്? കാരണം ഇവിടെ നടക്കണ വിവരങ്ങൾ എന്താണെന്ന് അവന് സമയാസമയം അറിയണമല്ലോ. ന്യൂസ് ഏജന്റ്. അതിന് തന്നെയാണ് അവൻ ഇവിടെ താമസിപ്പിച്ചത്. ശരിയാണ്. എന്താ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല, ഉള്ള കാര്യം തന്നെ. എന്താണ് അവന് എന്താ ഇവിടെ അവന് പേടിയുണ്ടാവും? നിങ്ങളുടെ കൂടെ ഒറ്റയ്ക്ക് ഇവിടെ താമസിപ്പിക്കാനേ നല്ല പേടിയുണ്ടാവും. നീ താമസിക്കുന്നത് ഒരു കൊടും തീവ്രവാദിയുടെ കൂടെ അല്ലേ? കൂടെയാണ് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവും. എടി, ആ അലവലാതി ആൾക്കാരോട് പറഞ്ഞു നടക്കണം. എന്താണെന്ന് അറിയാമോ? ഞാൻ ഇവിടെ ജീവിക്കുന്നത് നിന്റെ ചെലവിലാണെന്ന്. ക്ലീറ്റോ, 1000 കുടത്തിന്റെ വായ മൂടിക്കെട്ടാം. ഒരു മനുഷ്യന്റെ വായ മൂടിക്കെട്ടാൻ പറ്റുമോ? ക്ലീറ്റോന് ചെലവിന് തരുന്നോണ്ട് എനിക്ക് കുഴപ്പമില്ല. പിന്നെന്താ നാട്ടുകാർക്ക് കുഴപ്പം? അതാണ് എനിക്കും അറിയാനുള്ളത്. നിനക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ഈ നാട്ടുകാർക്ക് എന്താണ് ഇത്ര കുഴപ്പം? അവിടെ കിടന്ന് പറഞ്ഞോട്ടെ. എന്നാലും എനിക്കിത് കേൾക്കുമ്പോണ്ടല്ലോ ഒരുമാതിരി. ക്ലീറ്റോ, അതെന്താണെന്നറിയാമോ? ക്ലീറ്റോ വന്നേ. അതെന്താന്ന് വെച്ചാൽ ക്ലീറ്റോ ഒരു പ്രമുഖനാണല്ലോ. അത് ക്ലീറ്റോ അംഗീകരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ പ്രമുഖന്മാർക്കൊക്കെയുള്ള പ്രശ്നമാണ്. അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം കണ്ടുപിടിക്കാനേ ആൾക്കാർ നടക്കുള്ളൂ. ക്ലീറ്റോ ഒരു പ്രമുഖനായി പോയതാ പ്രശ്നം. രാഷ്ട്രീയക്കാരുടെ ഒക്കെ ഉള്ള ഒരു പ്രശ്നം അതാണ്. ഇച്ചിരി വലിയ ആളായി പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പിറകെ എടുത്തും കാണും. നമ്മുടെ ചലനങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് എന്തെങ്കിലും പണി ഒപ്പിക്കണമല്ലോ നമുക്കെതിരെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാല്, തൽക്കാലത്തേക്ക് ഈ ചീത്തപ്പേര് മാറണ വരെ ഈ പ്രമുഖനാവാതിരിക്കാൻ പറ്റുമോ? നമുക്ക് തൽക്കാലം ഈ രാഷ്ട്രീയമൊക്കെ ഒന്ന് വിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണ്ട, അത് പറ്റില്ല. എന്നാലും തൽക്കാലത്തേക്ക് ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ, ഇനി മേലാൽ ഇങ്ങനെ ഒരു വാക്ക് ഇവിടെ മിണ്ടിയാണ്ടല്ലോ തങ്ക, എന്റെ സ്വഭാവം മാറും കേട്ടോ. എടി, യേശുദാസിനോട് പാട്ട് നിർത്താൻ പറഞ്ഞാൽ അങ്ങനെ നിർത്തുവോ? അതുപോലെയാണ് നീ ഇപ്പൊ എന്നോട് പറയണത്. ഇനി ഇങ്ങനത്തെ തെറ്റ് ആവർത്തിക്കരുത് കേട്ടോ. വന്നോ? എന്ത് പറ്റി ആകെ സ്ലോ മോഷൻ? പാണ്ടി ലോറി കയറിയ തവളയുടെ മുഖം പോലെ ഉണ്ടല്ലോ. ടീച്ചർ വഴക്ക് പറഞ്ഞ പിന്നെ ആരെങ്കിലും കളിയാക്കിയാ? നിന്റെ വട്ടം വരുന്നല്ലോ വിളിച്ചാ
തക്കളി ഡി. എന്താ വയറുവേദന എടുക്കണ്ടോ? പിന്നെന്താ? ആൻസി ചേച്ചിയില്ലേ, ആൻസി ചേച്ചി ഉണ്ണിച്ചേട്ടന് സ്കൂളിൽ നിന്ന് പോണം. സീരിയൽ കാണാൻ കൊച്ചിനെ ഇരുത്തല്ലെന്ന് ഞാൻ എപ്പോഴും പറയില്ലേ. കണ്ട സീരിയലും കണ്ട അതിന്റെ കഥയും പറഞ്ഞ്. പിന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരില്ലേ, ഏത് അന്ന് ടൂർ പോയപ്പോ നമ്മൾ വിട്ടത് അവരുടെ കൂടെയാ. ഓ ആ എന്തിന് അവര് പിന്നെ സ്കൂള് മാറണമെങ്കിൽ അവർക്ക് മാറണ്ടേ? അവരുടെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ടാവും. അല്ല അമ്മ, TC കൊടുക്കണം സ്കൂളിൽ. TC കൊടുക്കണോ? നിനക്കെന്താണ് അവരെ കൂടെ പോയി പഠിക്കണോ ആ സ്കൂളിൽ? അല്ല, പിന്നെ TC എടുത്ത് വിടണം അവരെ. എന്തിനാ TC കൊടുത്തു വിടണേ? അവര് ചോദിച്ചിട്ടായിരിക്കും മാറണമെന്ന് പറഞ്ഞിട്ട്. അല്ല പിന്നെ എന്താ പറ? നമ്മുടെ സ്കൂളിന് 10ന് 100% വിജയം കയറണം. അതുകൊണ്ട് 9ാം ക്ലാസ്സിൽ എന്താ 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 മനസ്സിലായില്ല. കരയാതെ കാര്യം പറഞ്ഞേ. 10ാം ക്ലാസ്സിന് 100% എല്ലാവർക്കും വിജയിക്കണം. അപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കാത്തവരെയൊക്കെ TC വാങ്ങിച്ചു വിടണം. അതേ മാനേജ്മെന്റ് സ്കൂളുകളിൽ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതായത് പഠിത്തത്തിൽ ഇച്ചിരി മോശമായ പിള്ളേരെ അതൊക്കെ തോപ്പിക്കുക, അല്ലെങ്കിൽ TC എടുത്ത് വിടുക. കാരണം അടുത്ത 10ൽ 100% വിജയം നേടണമല്ലോ അവർക്ക്. സ്കൂളിന്റെ മറ്റേ ഗമ നിലനിർത്തണം. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അത് മോൻ കേട്ട കുഴപ്പമായിരിക്കും. അതെ അതെ അതെ. അല്ല, അമ്പിളിക്കുട്ടമ്മ അവര് വന്നിരുന്നു അവിടെ. അമ്പിളിക്കുട്ടമ്മ ആണോ? എന്നാ പിന്നെ രക്ഷപ്പെട്ടു. അമ്മ പറയട്ടെ, അമ്പിളിക്കുട്ടമ്മാവനെ കണ്ടോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്നല്ലെങ്കിൽ തക്കിളി മോനെ അവര് മാറുന്ന സ്കൂളിലോട്ട് മാറ്റാം. എന്നാ പിന്നെ നമുക്ക് അമ്പിളിക്കുട്ടൻ മാമനോട് പറഞ്ഞിട്ട് അവരെ TC കൊടുക്കേണ്ട മാമ, എനിക്ക് അവരവിടെ തന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അമ്മ സമ്മതിപ്പിക്കും. അതിന് കാര്യണ്ട. നീ കരയാതെ പോയി ഡ്രസ്സ് മാറി വല്ലതും കഴിക്കാൻ നോക്ക്. ചെല്ല്. ആ ചെയ്തു തരാം അമ്മ, ചെയ്തു തരാം. ചെല്ല്. അമ്മ പറഞ്ഞ ഇപ്പൊ ഉടനെ എല്ലാം നടക്കൂല. ഉടുപ്പ് മാറ്റിയിടണേ. അവിടെ നമ്മൾ രാവിലെ മാറിയിട്ട ഉടുപ്പുണ്ട്, അതെടുത്തിട്ടോ. കുളി കഴിഞ്ഞിട്ട് മാറാം. ഇവനൊക്കെ എന്തുമാത്രം കൊള്ളരുതായിക്കാണ് ഉള്ളിൽ വെച്ചോണ്ട് നടക്കണം. നേതാവാണെന്ന് പറഞ്ഞ് തെളിഞ്ഞ ആൾക്കാരുടെ മുമ്പ് എങ്ങനെ ഷൈൻ ചെയ്യും? കാണിക്കണം കണ്ടില്ലേ എമാരത്തെ തെമ്മാടി തരവും. അമ്പിളിക്കുട്ടൻ ചേട്ടൻ എല്ലായിടത്തെ പ്രശ്നം. അമ്പിളിക്കുട്ടൻ ചേട്ടൻ അവിടുത്തെ പ്രശ്നമല്ലെന്ന് പറയാനേ. അവൻ ആ സ്കൂളിന്റെ ആ ഇതിലുണ്ടല്ലോ, അവന്റെ ഭാര്യയുടെ മാമന്റെ ആരവാണ് അതിന്റെ ആള്. ഇവനും ഉണ്ട് അതിന്റെ ബോർഡിലൊക്കെ. ആ കാണാം. ഇങ്ങനെയൊക്കെ സ്കൂളുകളിൽ നടക്കുന്നുണ്ടോ? ഇത് സർക്കാർ സ്കൂളിൽ നടക്കൂല ഈ പരിപാടി. അതങ്ങ് വീട്ടിൽ വെച്ചേക്കാനേ പറ്റൂ. ഇത് ഇവന്മാര് പിള്ളേരെ ഉള്ള കാശെല്ലാം മേടിച്ചിട്ട് ഇത് ജയിക്കില്ല എന്ന് കാണുന്ന പിള്ളേരെ എന്തൊരു ദ്രോഹ ചെയ്യണേ കുഞ്ഞു പിള്ളേരോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ചെക്കനല്ലേടി മറ്റേ സ്പോർട്സിനൊക്കെ എന്തോ നല്ല ഇത് കിട്ടിയ ചെക്കൻ. അതിന് ജില്ലയിലോ സബ് ജില്ലയിലോ ഒക്കെ പോയിട്ട് മെഡലൊക്കെ കിട്ടിയണ കൊച്ചാ. അപ്പൊ ആ കഴിവുള്ള ഒരു കുട്ടിയല്ലേ, പഠിത്തത്തിൽ ഇച്ചിരി കഴിവ്. ഇവരുടെ പാരന്റ്സ് വന്ന് ചോദിച്ചൊന്നുമില്ലാവോ? ചോദിച്ചാൽ എന്താ അവരോട് പറയാൻ പറ്റില്ല. ഒന്നിൽ പറയും, ഒന്നുകൂടെ 9ൽ ഇരിക്കാൻ പറയും. ഇതൊന്നും സമ്മതിച്ചു കൊടുക്കരുത്. സമ്മതിച്ചു കൊടുക്കരുന്നല്ല. ഇതെന്ത് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളെ പാർട്ടി ഒന്ന് തീരുമാനിക്കട്ടെ. നമ്മളൊക്കെ വിചാരിച്ച എന്ത് നടക്കാൻ? അവരൊക്കെ വലിയ കാശുള്ള സ്കൂളല്ലേ. നിങ്ങൾ വിചാരിച്ചാൽ നടക്കൂല, പക്ഷെ ഞാനും എൻ്റെ പാർട്ടിയും വിചാരിച്ചാലേ ചിലതൊക്കെ ഇവിടെ നടക്കും. അതെ, ഇത് ഒരു കാര്യം ചെയ്യാം. അവനോട് തന്നെ ആദ്യം ഒന്ന് ചോദിച്ചു. എന്തിനാ അമ്പിളിക്കുട്ടൻ ചേട്ടനോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അവിടെ എവിടെ പോവാ? ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അവിടെ പക്ഷെ അതെ, എന്നെ പോലൊരു പ്രമുഖന് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ കേട്ടാ വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്റെ രക്തത്തിൽ കയറി കഴിഞ്ഞു. സ്കൂളിൽ ചെന്നല്ലേ ചോദിക്കേണ്ടത്? സ്കൂളിന്റെ ആളല്ലേ അവനോടല്ലേ പറഞ്ഞത്? അവിടെ അമ്പിളിക്കുട്ടൻ ചേട്ടനെ കണ്ടെന്നത് സത്യമായിരിക്കും. അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവൻ ഇതിന്റെ കാര്യത്തിൽ തന്നെയാണ് പോയത്. ഇത് അവനും കൂടെ ഒക്കെ ചേർന്നുള്ള തീരുമാനം തന്നെയാണ്. ഇത് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക. അവൻ ഇങ്ങനെ ഒരു കൊള്ളരുതായിക്ക് കൂട്ടു നിൽക്കണം, അത് ശരിയല്ല. തമ്മിത്തല്ലല്ലോ, ഇത് ചോദിക്കണം. വേണ്ട, അത് ഇവിടെ നിന്ന് കാര്യങ്ങൾ തിരക്കി പോകണം, എന്നാലേ ശരിയാവുള്ളൂ. നമ്മളിവിടെ അറിയടാ. സമാധാനമുണ്ട്. എന്താ നിങ്ങളുടെ പ്രശ്നം? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവനോട് പറയാനുള്ള പ്രശ്നം ഞാൻ അവനോട് പറഞ്ഞോളാം. എന്റെ ഭർത്താവ് അമ്പിളിച്ചേട്ടനെ കാണണമെങ്കിൽ 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ മതി, അവിടെ വെച്ച് കാണാം. അയ്യോ, ഇത് പഞ്ചായത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു പൊതു സമൂഹത്തിന്റെ പ്രശ്നമാണ്. സാറേ, എന്താ വീണ്ടും എന്റെ പ്രശ്നം? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് നീ അറിയാത്ത പ്രശ്നമല്ല, നീ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നടിച്ചൊരു പ്രശ്നമാണ്. എന്താണ്? നിനക്ക് ഒന്നും അറിഞ്ഞൂടാ അല്ലേ? എടാ, കുറെ പിള്ളേരവിടെ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ വന്നവരെ നീയൊക്കെ കൂടെ ചേർന്ന് TC കൊടുത്ത് വിടാൻ പോണില്ലേ? അറിഞ്ഞോ? പ്രശ്നം അറിഞ്ഞല്ലോ. അത് എന്ത് അർത്ഥത്തിലാണ്? നീ പൊതുജനങ്ങളെ സേവിക്കാനെന്നും പറഞ്ഞ് എങ്ങനെ മെമ്പറായിട്ട് നെളിഞ്ഞ് നടന്നോ? എന്നിട്ട് ഇമാതിരി കൊള്ളരുതായിട്ട് ആരും അറിയില്ലെന്ന് വിചാരിച്ചോടാ? അതൊക്കെ സ്കൂളിന്റെ ഓരോ പ്രോട്ടോകോൾസ് അല്ലേ? ഇതൊരു പ്രോട്ടോകോൾസ്, സ്കൂളിന്റെ പ്രോട്ടോകോൾസ് അന്ന് പറഞ്ഞ് നീ ഞങ്ങളെ ഇതാക്കല്ലേ വെച്ചേ? പ്രോട്ടോകോൾസ് അതെ, പൈസ കൊടുക്കണ രക്ഷകർത്താക്കൾക്ക് അതിന്റെ ദണ്ണമുണ്ട്. മാസം എണ്ണി വാങ്ങണുണ്ടല്ലോ. ഒരു മാസം മുടങ്ങി അപ്പോൾ കൊച്ചിനെ വന്ന് ക്ലാസ്സിന് വെളിയിലാക്കും, അല്ലെങ്കിൽ കത്ത് കൊടുത്തു വിടും, വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം.
അപ്പോൾ അതിലൊന്നും ഒരു നാണക്കേടില്ല. പഠിച്ച് 9ാം ക്ലാസ് വരെ എത്തുമ്പോൾ അവർ ജയിക്കില്ലെന്ന് കേട്ടോ ഉടനെ തോപ്പിക്കുകയാണ്. എന്താ അമ്പിളിക്കുട്ടൻ ചേട്ടാ അത്? തങ്കം നിനക്കറിയില്ല, ഒരു കാര്യം അറിയില്ല, നീ മര്യാദ നിനക്കറിയാലോ, നീ പറ. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. നീ പറ. എടാ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാലോ. എന്താണ് നിന്റെ ഉദ്ദേശം? ഉള്ള കാര്യം ഞാൻ പറയാം. ഞാനും എന്റെ പാർട്ടിയും ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ ആ സ്കൂൾ വേണമെങ്കിൽ കത്തിക്കും. കത്തിക്കും, വില മെഴുകിയൊരു വലിയ കത്തിക്കുമായിരിക്കും. കാണിച്ചു തരാടാ, കാണിച്ചു തരാം. ആ സ്കൂളിനെതിരെ എന്ത് ചെയ്യാൻ പറ്റുന്ന ക്ലീറ്റസ് കാണിച്ചു തരും കേട്ടാ. കാണിക്കണം. നിനക്ക് ആ സ്കൂളിന്റെ പരിസരത്ത് പോലും പോകാൻ പറ്റൂല, പിന്നെ നീ എന്തോന്ന് കാണിക്കുന്നതാണ്? നീ എന്താണ് വിചാരിച്ചത്? ഞാൻ എന്റെ കേന്ദ്രത്തിലുള്ള ടീമുകളെ കൂടെ അറിയിച്ചാണ്ടല്ലോ, എല്ലാരും കൂടെ അങ്ങ് പാഞ്ഞ് വരും. വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ സ്കൂളുണ്ടല്ലോ അവിടെ പൊളിച്ചു വരെ മാറ്റിക്കളയും. എടാ നീ പൊളിച്ചൊന്നും മാറ്റണ്ട. ഇപ്പൊ എന്തൊക്കെ നീ പറഞ്ഞില്ലേ കാര്യങ്ങള്, അതിനെതിരായിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈ ചെയ്ത് കാണിക്കും, സംസാരിക്കാതെ. ക്ലീറ്റസ് കാണിച്ചു തരും. കാണിക്കണം. എപ്പോഴും പറയും പോലെ അല്ല അമ്പിളി കേട്ടാ, ഇത് കാണിച്ചു തരും. ആവരുത്, എപ്പോഴും പറയും പോലെ ആവരുത്. ഒരിക്കലെങ്കിലും ജയിച്ച് കാണരുട എന്റെ മുമ്പേ. അതെ, ക്ലീറ്റസ് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു കേട്ടാ. ഇനി നടക്കില്ല എന്നൊരു വാക്ക് ക്ലീറ്റസിന്റെ നിഘണ്ടുവിലില്ല കേട്ടാ. ഉറപ്പാണ്. എടാ ഇത് നടത്തി കാണിച്ചു തന്നാ സത്യം നിനക്ക് 1 പവന്റെ ഒരു മോതിരം ഞാൻ വാങ്ങിച്ചു തരൂടാ എന്റെ പൈസക്ക്. അങ്ങനെയാണെങ്കിലേ എടുത്തു കേട്ടാ. മോതിരം നീ റെഡിയാക്കി വെച്ചോ. അഥവാ നടന്നില്ലെങ്കിലോ? നടന്നില്ല അല്ല, ഇത് നടത്തിയിട്ടേ ക്ലീറ്റസിന് ഇനി ഉറക്കമുള്ളൂ. ചെയ്ത് കാണുക, ഞാൻ കാണിച്ചു തരും. നിന്റെ ആ സ്കൂളുണ്ടല്ലോ, എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്ത് കാണിച്ചു അംഗീകരിക്കണം നിന്നെ. അമ്പിളിക്കുട്ടൻ ചേട്ടാ, ഈ ഒരു കാര്യത്തിൽ ക്ലീറ്റോന്റെ കൂടെ എല്ലാവരും നിൽക്കുള്ളൂ. ഇത് നിങ്ങൾ കാണിച്ച ഭയങ്കര മോശമാണ്. അമ്പിളിക്കുട്ടൻ ചേട്ടൻ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഞാൻ പറയുന്നത് കേള്. അതല്ല, അങ്ങനെയല്ല അമ്പിളിക്കുട്ടൻ ചേട്ടാ. ഞങ്ങളൊരു കുഞ്ഞിനെ വളർത്തുന്നുണ്ട്, അവളെ എന്തോരം ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ പഠിപ്പിക്കണേന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഈ നാടിന് വേണ്ടി നന്മ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു തങ്കം, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അതല്ലേ കാണുന്നത്. അതല്ലേ ഞാൻ നിന്റെ നേരത്തെ പറഞ്ഞു, നിനക്ക് കാര്യം അറിയില്ല എന്ന് പറഞ്ഞത്. ഈ ബോർഡ് മെമ്പർ, ഞാൻ ഒരു ബോർഡ് മെമ്പറൊന്നും അല്ല, ഞാൻ ഈ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ എന്നെ കൂടെ അവർ വിളിക്കുന്നതേ ഉള്ളൂ. അവർ എടുക്കുന്ന തീരുമാനമാണിത്. എനിക്കതിൽ ഒന്നും പ്രത്യക്ഷമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? എടി ഒന്നാമത് ഇത് വകയിലെ ഉള്ള ഒരു മാമൻ്റെ സ്കൂള്, അത് പിന്നെ ഞാൻ അധികമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ വലിയൊരു കുടുംബ വഴക്കിലേക്ക് മാറും. പക്ഷെ ഇതിനൊക്കെ ഇപ്പം പറ്റിയ ഒരാൾ ക്ലീറ്റസ് ആണ്. ക്ലീറ്റ വിചാരിച്ച് എന്ത് നടക്കുന്ന ഈ പറയണ എൻ്റെ അമ്പിളിക്കുട്ടൻ ചേട്ടാ? നടക്കും, അവനെ കൊണ്ടേ ഇപ്പം നടക്കുള്ളൂ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവൻ എന്നോടുള്ള വാശിക്ക് ഇതിനൊരു പരിഹാരം കണ്ടിട്ടേ അടങ്ങുള്ളൂ. അപ്പം നീ എന്താണെന്ന് ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എരികേറ്റില്ലേ, ഇതുപോലെ നീയും അവൻ്റെ അടുത്ത് പറയുക, ഒന്നും നടക്കില്ല, ചേട്ടനെ കൊണ്ട് അല്ല ക്ലീറ്റോ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ക്ലീറ്റോക്ക് ഒരു ഇത് വരും. അപ്പം നമ്മളെ രണ്ടുപേരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അവൻ ഇതിലിടപെട്ട് വിജയിക്കും. അതാണ് ഞാനടുത്ത അമ്പിളിക്കുട്ടൻ ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്ന ഒട്ടും വിചാരിച്ചില്ല. അല്ലാതെ വേറെ എന്നെ കൊണ്ട് വേറെ ഒരു വഴിയില്ല. അത് കുഴപ്പമില്ല. ശരി ട്ടാ. ശരി. Alien versus Alien.